മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കസ്റ്റം ഓഫീസറിനെയാണ് കാണിക്കുന്നത്. അവരുടെ പേരാണ് മാല. മാല ഒരു പ്ലെയിനിലേക്ക് ചെന്നിട്ട് 3 എയർ ഹോസ്റ്റസിനോട് അവരുടെ കൂടെ ചെല്ലാൻ പറയുന്നുണ്ട്. അവരുടെ പേരാണ് ജാസ്മിൻ, ദിവ്യ, ഗീത. ഇവർ 3 പേരും ഓഫീസറിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്തിനാണ് വരണ്ടേന്ന്. അപ്പോൾ അവർ പറയുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അറിയണോ അതോ പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതിയോ എന്ന്. ഇതിന്ന് ദിവ്യയ്ക്ക് ആഗ്രഹം ഒരു പൈലറ്റ് ആകാനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൊച്ചിലെ തന്നെ മുംബൈയിലേക്ക് ഷിഫ്റ്റായി വലിയൊരു കോളേജിൽ ലോണൊക്കെ എടുത്ത് പഠിച്ചു. പക്ഷേ ദിവ്യയ്ക്ക് ഇതുവരെ പൈലറ്റ് ആകാൻ പറ്റിയിട്ടില്ല. എയർ ഹോസ്റ്റസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ദിവ്യ ഈ കാര്യം ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പൈലറ്റിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടാണ് അവൾ ഇറങ്ങുന്നത്. പിന്നെ ഗീതയുടെ ഹസ്ബൻഡ് ഒരു വലിയ ഫാമിലിയിൽ നിന്നാണ്. അവിടെ വഴക്കൊക്കെ കാരണം ഇവർക്ക് പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല. ഗീത മുമ്പ് ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ഒക്കെ ജയിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവൾക്കൊരു എയർ ഹോസ്റ്റസിൻ്റെ ജോലി കിട്ടി. ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് ഡെലിവറി ചെയ്യുന്നു. പിന്നെ ഗീതയുടെ ഒരു ബ്രദറുണ്ട്. ബ്രദർ ഏത് സമയം ഗീതയുടെ വീട്ടിൽ തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോകാറില്ല. എപ്പോഴും ഫുൾ ടൈം മദ്യപാനമാണ്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. പിന്നെ ജാസ്മിൻ്റെ ഹോബിയാണ് വില കൂടിയ സാധനങ്ങൾ മേടിക്കുക, അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക. പൈസയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം കൊച്ചിലെ തന്നെ ജാസ്മിൻ്റെ അമ്മയും അച്ഛനും സെപ്പറേറ്റ് ആയി. അവൾ ജീവിച്ചത് ഫുൾ അപ്പൂപ്പൻ്റെ കൂടാണ്. അന്ന് തൊട്ടേ അവൾ എങ്ങനെയൊക്കെയോ പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ എയർ ഹോസ്റ്റസ് ആകേണ്ടത് അവളുടെ പ്ലാൻ ബി ആയിരുന്നു. അങ്ങനെ ഇപ്പോഴാ ജോലി തുടരുന്നു. പിന്നെ ഓഫീസർ ഇവർ 3 പേരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര നാളായിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്, എത്ര കിലോ സ്വർണ്ണം ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇവർ 3 പേരും അത് സമ്മതിക്കുന്നില്ല. ഞങ്ങളങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സ്റ്റോറി ഇവിടെ നിന്ന് 6 മാസം ബാക്കിലേക്ക് പോകുന്നു. ഇവർ 3 പേരും വർക്ക് ചെയ്യുന്നത് കോഹിനൂർ എയർവേസിന് വേണ്ടിയാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഇവർക്ക് സാലറി ഒന്നും കിട്ടുന്നില്ല. ചെറിയ ചെറിയ പൈസയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും ആവുന്നില്ല. ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ പിള്ളേരുടെ സ്കൂളിൽ കൊടുക്കാൻ പോലും ഫീസില്ല. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. സീനിയർ ഓഫീസറായ രാജവംശിയോട് ചോദിക്കുമ്പോൾ പറയും ഇതിന് മുമ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ എന്നത്തെയും പോലെ തന്നെ അവർ ഫ്ലൈറ്റിൽ കയറുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവരുടെ സീനിയർ ഓഫീസറായ രാജവംശി കുഴഞ്ഞു വീഴുന്നു. സത്യത്തിൽ അയാൾ മരിച്ചുപോയി. CPR കൊടുക്കാൻ വേണ്ടി ഷർട്ട് മാറ്റുമ്പോഴാണ് അയാളുടെ ശരീരത്തൊക്കെ ഗോൾഡ് ബിസ്ക്കറ്റ് വെച്ച് കെട്ടിയേക്കുന്നത്. അന്നാണ് ഇവർ അറിയുന്നത് ഇയാൾക്ക് ഇങ്ങനൊരു കള്ളക്കടത്ത് ഉണ്ടെന്ന്. ജാസ്മിൻ പറയുന്നോട്ട് ഇത്രയും ബിസ്ക്കറ്റ് ഇല്ലേ, 3 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ പ്രശ്നമെല്ലാം തീരും, ആരും അറിയില്ല എന്ന്. ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞിട്ടും ദിവ്യയും ഗീതയും അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ എയർപോർട്ടിലെത്തുന്നു. ഈ ഒരു കാര്യം വലിയൊരു ന്യൂസ് ആകുന്നുണ്ട്. അന്നാണ് അവിടെ വെച്ച് മാല ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. മാലയ്ക്ക് അന്നേ ഇവരെ 3 പേരെയും ഡൗട്ടുണ്ട്. ആ കാര്യം അത് ദിൽജീത്തിനോട് പറയുന്നുണ്ട്. ദിൽജീത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ദിവ്യ നിൽക്കുന്നു. ഇവർ 2 പേരും കോളേജിലുള്ള പരിചയമാണ്. ഒരു ചെറിയ റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. ദിൽജീത്ത് ഇങ്ങോട്ട് പോസ്റ്റിംഗ് ആയിട്ട് വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ ഗീത വീട്ടിൽ പോയി സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗീതയുടെ വീട്ടിൽ ഇപ്പോഴും പൈസയ്ക്ക് നല്ല പ്രോബ്ലമാണ്. ഗീതയുടെ PF ഒന്നും കിട്ടിയിട്ടില്ല, സാലറി ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ജാസ്മിൻ വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് ഒരാവശ്യത്തിന് വേണ്ടി അവളുടെ അപ്പൂപ്പൻ സ്വന്തം മോതിരം വിറ്റുവെന്ന്. പിന്നെ ദിവ്യയുടെ വീട് കാണിക്കുന്നു. ദിവ്യയുടെ ലോൺ അടയ്ക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലത്തെ ആദ്യം മേടിച്ച ഒരു നല്ല കാറ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് വിറ്റിട്ടാണ് ആ ലോൺ അടച്ചിരിക്കുന്നത് അവളുടെ അച്ഛൻ. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല സങ്കടമാകുന്നുണ്ട്. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ന്യൂസ് പേപ്പറിലും TV-ലും ഒക്കെ ഒരു ന്യൂസ് വരുന്നു, കോഹിനൂർ എയർവേസ് ബാങ്ക്റപ്റ്റ് ആയെന്ന്. പക്ഷേ മുതലാളിയായ വിജയ് വാലിയ പറയുന്നത് അങ്ങനൊന്നുമില്ല, 1 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം റെഡിയാകുമെന്ന്. ഈ ന്യൂസ് അറിഞ്ഞ് ഗീത അവരുടെ HR ആയ മനീഷിനെ പോയി കാണുന്നു. മനീഷ് ഉള്ള പരിചയം വെച്ച് പറയുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കേണ്ട, നിന്നാൽ പൈസ ഒന്നും കിട്ടില്ല, ന്യൂസ് പേപ്പറിലൊക്കെ വന്നത് സത്യമാണെന്ന്. ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും എല്ലാവരും തകർന്നു പോകുന്നുണ്ട്. ഗീതയ്ക്കും കുറേ പൈസ കിട്ടാനുണ്ട്, ദിവ്യയ്ക്കും വീട്ടിൽ പ്രോബ്ലമാണ്, ജാസ്മിൻ്റെ വീട്ടിലും പൈസയില്ല. അങ്ങനെ ഗീത പറയുന്നു അന്ന് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. അപ്പോഴാണ് ജാസ്മിൻ ഒരു ഫോൺ എടുക്കുന്നത്. ഈ ഫോൺ ആ മരിച്ച ആളുടെയാണ്, ഇവരുടെ സീനിയർ ഓഫീസറിൻ്റെയാണ്. ജാസ്മിൻ പറയുന്നു എപ്പോഴൊക്കെ നമ്മളുടെ ഫ്ലൈറ്റ് അൽബുർജിൽ എത്തിയിട്ടുണ്ടോ അയാൾ ഈ ഫോണിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ട്, ആ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആ നമ്പറിലൊന്ന് വിളിച്ച് നോക്കാവുന്നു. ഇവരുടെ 3 പേരുടെയും പ്ലാൻ ഇവരുടെ സീനിയർ ചെയ്ത പോലെ തന്നെ സ്വർണ്ണക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവർ ഈ നമ്പറിലേക്ക് വിളിക്കുന്നു. നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ ആദ്യം എടുക്കുന്ന ഒരു ലേഡിയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഫോണിൻ്റെ ഓണർ എടുക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർ വിളിച്ചത് HR ആയ മനീഷിനെയാണെന്ന്. അങ്ങനെ അവരുടെ ഓഫീസറിൻ്റെ കൂടെ തന്നെ മനീഷ് ഈ കള്ളക്കടത്തിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർ നേരെ അയാളെ കാണാൻ പോകുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് ഞങ്ങളും ഇതിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോഴാണ് മനീഷ് ഒരു കാർഡ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ വന്ന് കാണാൻ പറയുന്നു. ഈ മനീഷ് കൊടുത്ത കാർഡ് മനീഷിൻ്റെ തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മനീഷ് ഇവർക്ക് കുറേ ഗോൾഡ് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ആദ്യമൊക്കെ ഇതും കൊണ്ട് ഒളിച്ചോടാൻ തോന്നും, പക്ഷേ അങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് എങ്ങനെയൊക്കെ അൽബുർജിലേക്ക് എത്തിക്കണമെന്ന്. അങ്ങനെ ഇവർ ആ ഗോൾഡുമായിട്ട് പോകുന്നു. പക്ഷേ ഇവരുടെ സീനിയർ ഓഫീസർ പോയ പോലെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ആ പ്ലാൻ അവർക്ക് വർക്കൗട്ട് ആകില്ല. അതുകൊണ്ട് തന്നെ ഇവരൊരു ജ്വല്ലറി പോയി അവിടെ കുറച്ച് പൈസ കൊടുത്ത് ഈ ഗോൾഡ് എല്ലാം ഒരു ബോൾ പോലെ ഉരുക്കിയെടുക്കുന്നു. എന്നിട്ട് അതെല്ലാം ചോക്ലേറ്റിൽ മുക്കി ഒരു ചോക്ലേറ്റ് പോലെ ആക്കി മാറ്റുന്നു. എന്നിട്ടാണ് ഇവർ കടത്താൻ നോക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ അവർ ചെയ്ത ഈ ഒരു പ്ലാൻ സക്സസ്ഫുൾ ആകുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് കുറേ പൈസ കിട്ടുന്നു. പിന്നെ അങ്ങോട്ട് അവരുടെ ലൈഫ് തന്നെ മാറുന്നു.
എന്നും ഇത് തന്നെയാണ് ഇവർക്ക് പരിപാടി. അങ്ങനെ കുറേ പൈസയാകുന്നുണ്ട്. ജാസ്മിൻ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടുന്നു. പിന്നെ ഗീതയുടെ ബ്രദറിന് അവർ കൈക്കൂലി കൊടുത്തൊരു ജോലി മേടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദിവ്യയുടെ വീട്ടിലും പൈസയുടെ പ്രശ്നമെല്ലാം തീർന്നു. അങ്ങനെ നല്ല അടിപൊളി ഒരു ലൈഫാണ് അങ്ങോട്ട് പോകുന്നത്. ആ സമയം ഓഫീസർ മാല ഇപ്പോഴും ആ ഗോൾഡിൻ്റെ കേസ് വിട്ടിട്ടില്ല. ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷനാണ്. മാലയ്ക്ക് ഇവരെ 3 പേരെ നല്ല ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇവരുടെ 3 പേരുടെയും ബാഗ് ചെക്ക് ചെയ്യുന്നു. ബാഗ് തുറക്കുമ്പോൾ അതിനകത്ത് ചോക്ലേറ്റിനകത്ത് ഗോൾഡാന്നുള്ള സത്യം ഇവർ 3 പേർക്കേ അറിയൂ. പക്ഷേ മാല അത് തുറന്ന് നോക്കും. അത് കൺഫേം ആണ്. ആ ഒരു കറക്റ്റ് സമയത്തിന് തന്നെ അവിടെ ദിൽജീത്ത് വരുന്നു. ദിവ്യയുടെ ഉള്ള ഒരു പരിചയം വെച്ച് ദിൽജീത്ത് പറയുന്നു ഇവരെ ചെക്ക് ചെയ്യേണ്ടതെന്ന്. സീനിയർ ഓഫീസറാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാലയ്ക്ക് അത് അനുസരിക്കേണ്ടി വരുന്നു. അവർ ജസ്റ്റ് മിസ്സാണ്. അന്ന് അത് തുറന്ന് നോക്കിയായിരുന്നെങ്കിൽ ഇവർ 3 പേരും ജയിലിൽ പോവും. ആ ഒരു രക്ഷപ്പെട്ട സന്തോഷമാണ് 3 പേർക്കും. ഇവർക്കെല്ലാം ഇപ്പോഴും സാലറി കിട്ടിയിട്ടില്ല. പക്ഷേ ഇവർക്ക് 3 പേർക്കും മാത്രം ഒരു പ്രശ്നവുമില്ല. അത് കോമൽ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കോമൽ ഒരു രാത്രി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ദിവ്യയും ജാസ്മിനും ഗീത അവളുടെ ഫ്രണ്ടിൽ വന്ന് പെട്ടുപോകുന്നു. കാരണം അന്ന് ജാസ്മിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇവർ നല്ല സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ കോമലിന് മനസ്സിലായി സാലറി പോലും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഇത്രയും പൈസ ചിലവാക്കുന്നത്? അങ്ങനെ കോമലിന് കൺഫേമായി ഇവർക്ക് വേറെ രീതിയിൽ പൈസ കിട്ടുന്നുണ്ടെന്ന്. പിന്നെ മൂവിയുടെ പ്രസൻറ്റ് ടൈമാണ് കാണിക്കുന്നത്. ഓഫീസർ മാലയോട് ആരോ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർ സ്വർണം കടത്തുന്ന കാര്യങ്ങൾ. അങ്ങനെ മാല ഫുൾ ചെക്കിംഗ് ആണ്. ഡസ്റ്റ്ബിനിൽ നിന്ന് ഒരു ചോക്ലേറ്റ് കിട്ടുന്നു. അപ്പോഴാണ് മാല ഓർക്കുന്നത് അന്ന് ബാഗ് ചെക്ക് ചെയ്തപ്പോൾ ഇവരുടെ ബാഗിൽ നിന്ന് ചോക്ലേറ്റ് ആയിരുന്നു കിട്ടിയത്. പിന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. മനീഷ് ദിവ്യയോട് വിളിച്ച് പറയുന്നു ഓഫീസേഴ്സ് നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്ലെയിനിൽ എവിടെയെങ്കിലും ആ സ്വർണ്ണം ഒളിപ്പിച്ചിട്ട് വേണം പോകാനെന്ന്. അങ്ങനെ ഇവർ പ്ലെയിനിൽ തന്നെ സ്വർണ്ണം ഒളിപ്പിക്കുന്നു. പുറത്തിറങ്ങുമ്പോഴാണ് ഈ മാല വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ആ മൂവിയുടെ ഫസ്റ്റ് സീനാണ്. അങ്ങനെ ഇവരുടെ കയ്യിലുള്ള ചോക്ലേറ്റ് എല്ലാം ഓപ്പൺ ആക്കി നോക്കുന്നു. അതിലെല്ലാം ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഗോൾഡ് കിട്ടുന്നില്ല. സീനിയർ ഓഫീസർ വന്ന് മാലയോട് ദേഷ്യപ്പെടുന്നുണ്ട്. 1 മണിക്കൂറായിട്ട് പ്ലെയിൻ ഡിലേ ആണ്, നിങ്ങളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴാണ് മാല പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ്. ഇവർ 4 പേരുടെയും കയ്യിൽ സ്വർണ്ണമുണ്ടെന്ന്. പക്ഷേ ആ പിടിച്ചേക്കുന്ന 3 പേരേ ഉള്ളൂ. 4മത്തെ ആരാണെന്ന് നമുക്ക് പിന്നെ അറിയാം. അങ്ങനെ സ്വർണ്ണമൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവരെ അവിടെ നിന്ന് വിടുന്നു. പക്ഷേ ഇവർ 3 പേരും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് പോയി. അങ്ങനെ ആ സ്വർണ്ണവും ആ ഫ്ലൈറ്റിൽ തന്നെയാണ് ഇവർക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ 3 പേരും വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. കാറിൽ വെച്ച് തന്നെ തമ്മിൽ സംസാരിച്ച് വാക്കുതർക്കമായി വഴക്കിട്ട് പിരിയുന്നുണ്ട്. ഗീത വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ ബ്രദർ വീണ്ടും വീട്ടിൽ വന്നിട്ടുണ്ട്. പൈസ കൊടുത്ത് മേടിച്ചു കൊടുത്ത ജോലി വരെ വിട്ടിട്ടാണ് അവൻ വന്നേക്കുന്നത്. ഗീതയോട് പറയാതെ തന്നെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുന്നു. അത് തടയുന്ന ഗീതയുടെ ഹസ്ബൻഡിനോട് അവൻ മോശമായിട്ട് സംസാരിക്കുന്നു. അത് കണ്ട് സങ്കടം വന്ന ഗീത ബ്രദറിൻ്റെ മുഖത്തടിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു. പിന്നെ കാണിക്കുന്നത് ദിവ്യയാണ്. ദിവ്യയുടെ സത്യം അവളുടെ ബ്രദർ അറിയുന്നുണ്ട്. അവളൊരു പൈലറ്റ് അല്ല, എയറോസ്റ്റസ് ആണ്. ദിവ്യയോട് അവൻ പറയുന്നു ഈ കാര്യം വീട്ടിൽ പറയേണ്ടെന്ന്. അവളുടെ ബ്രദർ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ടി വിയിൽ ഒരു ന്യൂസ് വരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് സ്വർണം കണ്ടെത്തി എന്നുള്ള ന്യൂസാണ് വരുന്നത്. ഈ സ്വർണ്ണമായിരുന്നു അന്ന് അവർ ഒളിപ്പിച്ച് വെച്ചത്. അങ്ങനെ ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ ഓഫീസർ മാല പറയുന്നു എനിക്ക് അന്നേ അറിയായിരുന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവളുമാരുടെ എതിരായിട്ട് നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ലല്ലോ എന്ന്. ദിൽജീത്തിനും ഈ ന്യൂസ് കാണുമ്പോൾ മനസ്സിലായി ഇത്രയും നാളും ദിവ്യ അവനോടെല്ലാം കള്ളമായിരുന്നു പറഞ്ഞതെന്ന്. ദിവ്യ അവന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദിൽജീത്ത് പറയുന്നു ഇനി ഒരിക്കലും എന്നോട് കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്ന്. ആ ഒരു സമയമാണ് ജാസ്മിൻ്റെ അപ്പൂപ്പനും മരിക്കുന്നത്. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഈ 3 ഫ്രണ്ട്സും വീണ്ടും കണ്ടുമുട്ടുന്നു, വീണ്ടും സംസാരിച്ച് തുടങ്ങി. അപ്പോഴാണ് അടുത്ത ന്യൂസ് വരുന്നത്. ഇവരുടെ എല്ലാം മുതലാളിയായ വിജയ് ബാലിയ ഇന്ത്യ വിട്ട് UK പോയി. ഇത്രയും എംപ്ലോയീസിന് സാലറി കൊടുക്കാനുണ്ട്, കുറേ കടമുണ്ട്, അതെല്ലാം പറ്റിച്ചിട്ടാണ് അയാൾ പോയേക്കുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് 100% ഉറപ്പായി ഇവർക്ക് ഇനി ഒരു പൈസയും കിട്ടാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ ഇവർ 3 പേരും ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കോമലിനെ കാണുന്നുണ്ട്. കോമലിനോട് നേരിട്ട് ചോദിക്കുന്നു നീ എന്തിനാണ് പോലീസിനെ കൊണ്ട് ഞങ്ങളെ പിടിപ്പിക്കാൻ ശ്രമിച്ചതെന്ന്. കോമൽ സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി കോമൽ ഒരിക്കലും ആ ഒരു ഇൻഫർമേഷൻ പോലീസിന് കൊടുത്തിട്ടില്ല, വേറെ ആരുമാണ് കൊടുത്തതെന്ന്. അങ്ങനെ അന്ന് മാല പറഞ്ഞ ഓരോ കാര്യങ്ങളും വെച്ച് അവർ മനസ്സിലാക്കുന്നു ഈ ഇൻഫർമേഷൻ പോലീസിന് കൊടുത്തത് ഇവരുടെ തന്നെ കൂടുള്ള മനീഷിൻ്റെ വൈഫാണെന്ന്. പിന്നെ ഇവർ 3 പേരും മനീഷിൻ്റെ വൈഫായി സുധയെ പോയി കാണുന്നു. സുധ ഇവരെ കാണുമ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ 3 പേരും അവരെ ഓടിച്ചിട്ട് പിടിക്കുന്നു. എന്നിട്ട് എന്തിനാണ് പോലീസിന് ഒറ്റിക്കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ സുധ അവളുടെ ഹസ്ബൻഡിനിട്ടൊരു പണി കൊടുത്തതാണ്. ഹസ്ബൻഡിന് വേറൊരു റിലേഷനുണ്ട്. എല്ലാം പൈസ അവൾക്കാണ് അയാൾ കൊടുക്കുന്നത്. ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് എൻ്റെ അടുക്കേ വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് സുധ പറയുന്നത്. പിന്നെ സുധയോട് ജാസ്മിൻ ചോദിക്കുന്നു നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇത്രയും ഗോൾഡ് എവിടെ നിന്നാണ്. അപ്പോഴാണ് എല്ലാവരും ഒരു സത്യം പറയുന്നത് ആ ഗോൾഡ് മനീഷിൻ്റെ അല്ല, ആ ഗോൾഡ് എല്ലാം വിജയ് വാലിയുടെയാണ്, അയാളുടെ ബ്ലാക്ക് മണി ആയിരുന്നു. അപ്പോൾ സുധ പറയുന്നു നിങ്ങളോടല്ലേ അയാളെ ഈ ബ്ലാക്ക് മണി എല്ലാം പുറത്തെത്തിക്കാൻ സഹായിച്ചത്, അതിൽ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ പങ്കുമൊക്കെ ഉണ്ടല്ലോ എന്ന്. സത്യത്തിൽ ഇൻഡയറക്റ്റായിട്ട് അയാളെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവരെയും ചതിക്കാനും ഇവർ 3 പേരും സഹായിച്ചിട്ടുണ്ട്. അയാളുടെ ഗോൾഡ് കുറേ ഇവരും കടത്തിയിട്ടുണ്ട്. അങ്ങനെ ദിവ്യയ്ക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഉറക്കവും വരുന്നില്ല. എങ്ങനെയും ആ പണമെല്ലാം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ദിവ്യ പറയുന്നത്. അങ്ങനെ ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ജാസ്മിൻ ആദ്യം ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, പക്ഷേ പിന്നെയും ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നു.
അങ്ങനെ ഇവർ 3 പേരും അൽ ബുർജിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ മനീഷിൻ്റെ ലൊക്കേഷനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. മനീഷിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം കയ്യിൽ 4 പെട്ടിയാണുള്ളത്. ആ പെട്ടിക്കകത്ത് സ്വർണ്ണമാണ്. അങ്ങനെ ഇവർ മനീഷിനെ ഫോളോ ചെയ്ത് പോകുമ്പം അയാൾ വലിയൊരു ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് മനീഷ് വിജയവാലിയെ കാണുന്നു. അപ്പോഴാണ് ഇവർ 3 പേരും അറിയുന്നത് വിജയവാലിയുടെ മോളുടെ കല്യാണം ആ ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഇവർ 3 പേരും എങ്ങനെയും ഈ ഹോട്ടലിൽ കയറി പറ്റാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഗീത അവിടെ ഒരു വർക്കറായിട്ട് കയറാമെന്ന് പറയുന്നു. ദിവ്യ ആ ഹോട്ടലിലെ ക്യാമറയൊക്കെ ഹാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. കാരണം ദിവ്യയുടെ ബ്രദർ ഒരു ഹാക്കറാണ്. ജാസ്മിൻ അവിടെ ഒരു ഗസ്റ്റായിട്ട് വരാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഗീതയ്ക്ക് അവിടെ ജോലി മേടിച്ച് കൊടുക്കുന്നത് ഗീതയുടെ തന്നെ ബ്രദറിൻ്റെ വൈഫാണ്. ബ്രദർ കൂടുതൽ വെള്ളമടിക്കുന്നതുകൊണ്ട് തന്നെ വൈഫ് അവനെ വിട്ടിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റായി സ്വന്തമായിട്ടൊരു ജോലി ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ ഈ കുട്ടിയുടെ സഹായത്തോടെ ഗീത അവിടെ ഒരു ജോലി മേടിച്ചെടുക്കുന്നു. അങ്ങനെ ഗീത അവിടെ വർക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ വിജയവാലിയുടെ റൂം വരെ എത്തുന്നു. അത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കൂടെയുള്ള വർക്കർ പറയുന്നുണ്ട് നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റില്ല, അത് ഗസ്റ്റിന് മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റൂ, ഈ റൂമിൻ്റെ പിൻ എന്നും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ ഇത് വലിയൊരു പ്രശ്നമാണ്. അവർ 3 പേരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യുന്നു, നമുക്ക് ഈ സ്വർണം മോഷ്ടിക്കുന്ന ദിവസം തന്നെ വിജയവാലിയുടെ കയ്യിൽ നിന്ന് ആ കാർഡ് മോഷ്ടിക്കാമെന്ന്. അങ്ങനെ ഇവർ നേരെ പോയി കാണുന്നത് മനീഷിനെയാണ്. മനീഷിനോട് പറയുന്നത് ഞങ്ങളിങ്ങനെ ഒരു പ്ലാനിങ് ആയിട്ടാണ് വന്നേക്കുന്നത്, ഈ പ്ലാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിനകത്തുനിന്ന് ഒരു പങ്ക് തരാമെന്ന്. അങ്ങനെ മനീഷും ഇവരുടെ പ്ലാൻ്റെ കൂടെ കൂടുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ ആ രാത്രിയാണ്. ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം സംഭവിക്കുന്നുണ്ട്. അവർ കഷ്ടപ്പെട്ട് റൂമിൽ കയറി ആ പെട്ടി തുറക്കുമ്പോൾ പെട്ടിക്കകത്ത് ഗോൾഡ് ഇല്ല. അങ്ങനെ ഇവരുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി. ഇങ്ങനെ തിരിച്ച് നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ജാസ്മിൻ ഒരു ടാബ് എടുത്ത് കാണിക്കുന്നത്. ഈ ടാബ് വിജയവാലിയുടെയാണ്. ആ റൂമിൽ നിന്ന് അവർ അടിച്ചു മാറ്റിയതാണ്. അതിനകത്ത് അവർ നോക്കുമ്പം നാളത്തേക്കുള്ള പ്ലാനിങ് ഒക്കെ കാണുന്നുണ്ട്. വിജയവാലിയും മോളുടെ ഹസ്ബൻഡും കൂടെ ഒരു ഐലൻഡിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവർ പോകുന്നത് ഒരു പ്രൈവറ്റ് പ്ലെയിനിലാണ്. അതിലുള്ള എയറോസ്റ്റസിൻ്റെ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ജാസ്മിൻ എയർപോർട്ടിൽ സ്ഥിരമായിട്ട് സഹായിക്കുന്ന ഒരു ലേഡിയുണ്ട്. അവരെ വിളിച്ചിട്ട് ഈ എയറോസ്റ്റസിനെ എല്ലാം തടയാൻ പറയുന്നു. അവർ പ്ലാൻ ചെയ്ത് അവരെ എല്ലാം ഒരു ടോയ്ലറ്റിനകത്തിട്ട് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ID കാർഡ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവർ വേഷം മാറി ആ പ്ലെയിനിൽ കയറി പറ്റുന്നുണ്ട്. ഈ പ്ലെയിനിൽ ഇപ്പം വിജയവാലിയ, അവരുടെ ബോഡി ഗാർഡ്, പിന്നെ മോളും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അവരെല്ലാം ബോധം കെടുത്താൻ വേണ്ടി അവരുടെ ഡ്രിങ്ക്സിനകത്ത് ഇവർ മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവരും കുടിക്കുന്നു, പക്ഷേ വിജയവാലിയുടെ മോള് മാത്രം കുടിക്കുന്നില്ല. എന്നിട്ടും അവരെല്ലാവരും ഉറങ്ങാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവസാനം അവർ ലഗേജ് പോയി നോക്കുമ്പോൾ അവിടെ കുറേ പെട്ടി വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് സ്വർണ്ണമാണ്. ഇവർ ഈ സ്വർണം നോക്കിയിരിക്കുന്ന വിജയവാലിയുടെ മോള് കാണുന്നുണ്ട്. അവസാനം മോൾ അവിടെ ഒച്ചയിട്ട് അവരെ എല്ലാവരെയും വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആരും എണ്ണിക്കുന്നില്ല. അത്രയ്ക്ക് സ്ട്രോങ് മരുന്നാണ് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് ജാസ്മിനും ഗീതയും കൂടെ ഇവളുടെ കൈയും കാലും കെട്ടി അവിടെ ഇടുന്നു. പിന്നെ ഈ പ്ലെയിൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ദിവ്യയാണ്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഈ പ്ലെയിൻ പിന്നെ ലാൻഡ് ചെയ്യുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് അവൾ പ്ലെയിൻ ഓടിക്കുന്നത്. അങ്ങനെ അവൾ ലാൻഡ് ചെയ്യുന്നത് തന്നെ അവൾ ജനിച്ച് വളർന്ന അവളുടെ ഹോം ടൗണിലാണ്. അങ്ങനെ കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് അവിടെ പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഗീതയും ജാസ്മിനും ദിവ്യയും ആ പെട്ടീനകത്ത് 3 പെട്ടി എടുക്കുന്നുണ്ട്. ഒരു പെട്ടി മാത്രം അവിടെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ പോലീസുകാർ വന്നിട്ട് ആ പ്ലെയിനിൽ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നുണ്ട്. വിജയവാലിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 3 പേരും അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും കുറച്ച് സ്വർണം വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനീഷ് വീണ്ടും വൈഫിൻ്റെ അടുക്കെ തിരിച്ചു വന്നു. പിന്നെ ഈ പ്ലാനിങ്ങിലെല്ലാം ഇവരുടെ 3 പേരുടെയും കൂടെ ദിൽജീത്തും ഉണ്ടായിരുന്നു. പോയ സ്വർണം, ഇന്ത്യയിൽ നിന്ന് പോയ പണമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ദിൽജീത്തും അവരെ സഹായിക്കുന്നു. ദിവ്യയും ദിൽജീത്തും പഴയ പോലെ തന്നെ വീണ്ടും റിലേഷൻ തുടരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഈ മൂവി തീരുന്നു. മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.